കടുത്ത നീരും വേദനയും സ്റ്റിഫ്നെസ്സും ഒക്കെ ആയി വരുന്ന രോഗികൾക്ക് ആദ്യമേ നീരും വേദനയും കുറയ്ക്കുന്നതിനുള്ള ശോധന ചികിത്സകളാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ഒരിക്കലും എണ്ണകൾ, കുഴമ്പുകൾ, കൊഴുപ്പുള്ള ലേപനങ്ങൾ ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ധാന്യാമൃതാര, വെപ്പുകാടി, അതേപോലെ തന്നെ കഷായധാരകൾ ഇവയൊക്കെയാണ് ആദ്യമേ കൊടുക്കുക. ഒപ്പം നീരും വേദനയും കുറയുന്നതിന് വേണ്ടിയുള്ള ലേപനങ്ങൾ, കഷായങ്ങൾ, അതേപോലുള്ള ഔഷധങ്ങളും സേവിപ്പിക്കുന്നു. ടോക്സിൻസും ഡാമേജ്ഡ് സെൽസും നീർക്കെട്ടും റെഡ്നെസ്സും പനിയുമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശോധന ചികിത്സ കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ സന്ധികൾ റീജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഡാമേജ് ചെയ്ത സെല്ലുകൾ റീജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശമന ചികിത്സയാണ് നമ്മൾ ആരംഭിക്കുക. ആരോഗ്യമുള്ള കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ശരീരത്തെ നോർമലാക്കാനും ശമന ചികിത്സയിലൂടെ കഴിയും. ശമന ചികിത്സയ്ക്ക് ശേഷം സാധാരണഗതിയിൽ വളരെ ക്ഷീണിതമായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ രസായന ചികിത്സ ചെയ്യാറുണ്ട്. അതോടുകൂടി ഒരാളെ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം, സന്ധിവാതങ്ങൾക്ക് ആയുർവേദ ചികിത്സ 100% ഫലപ്രദമാണ്.